ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ബെൻ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തു. കാരണം എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അപ്പോഴേക്കും ചമയലി തിരിച്ചു വിളിച്ചു. കോൾ എടുക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഹലോ, എന്താ ബെൻ, നീ ഓക്കെ അല്ലേ? എന്താടാ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് പറ. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചമേലി. ഡാഡ് ഹോസ്പിറ്റലിലാണ്, നെഞ്ചുവേദനയായിട്ട് കൊണ്ടുപോയതാ. അവൻ കാര്യങ്ങളെല്ലാം അവളോട് വിശദീകരിച്ചു പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരവസ്ഥയാണിപ്പോൾ. നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ എങ്ങനെ നിൽക്കണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് പപ്പയുടെ ഇഷ്ടം വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. കാരണം പപ്പയുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാ. ആ ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ്? പ്രളയജലത്തേക്കാൾ തണുപ്പുള്ള ആ മരവിപ്പ് ആ നിമിഷം അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നീട് തങ്ങി നിന്ന നിശബ്ദതയിൽ അവൾ പ്രണയമെന്ന അവളുടെ വികാരത്തെ മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ മുഹൂർത്തത്തിൽ തന്നെ അതിന് സാധിക്കുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുമില്ല. എങ്കിലും വെറുതെ ഒന്ന് പരിശ്രമിച്ചതാണ്. അവളുടെ കൈകളിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. ബെൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ശരീരത്ത് ആകെ ഒരു മരവിപ്പാണ്. ഒരിക്കലും ആരെയും പ്രണയിച്ചിട്ടില്ല. ആദ്യമായി അങ്ങനെ ഒരു വികാരം തൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് ബെന്നാണ്. അതിൻ്റെ മധുരവും കയ്പും താൻ അനുഭവിച്ചറിയുന്നത് അവനിൽ നിന്ന് തന്നെ. എന്തുകൊണ്ടോ തനിക്ക് അവനെ മറക്കാൻ സാധിക്കില്ല. അവനോട് തന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാനും തനിക്ക് കഴിയില്ല. അവളുടെ മനസ്സിന്റെ നിയന്ത്രണം പതിയെ പതിയെ നഷ്ടമായി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് വരാൻ തുടങ്ങി. അവിടെ നിലത്തേക്ക് കുത്തിയിരുന്ന് അവൾ കരയാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ട ആരോ നഷ്ടമായതുപോലെ. ഇനിയൊരിക്കലും അവരെ കാണാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ്. ഇനിയൊരിക്കലും അവർ തൻ്റെ സ്വന്തമാകില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ അവൾ പാടുപെടുകയായിരുന്നു. ഫോൺ അതേ അവസ്ഥയിൽ നിലത്ത് തന്നെ കിടക്കുകയാണ്. അതിനെന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. ഇനി അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യം പോലും തനിക്കില്ല എന്നവൾക്ക് തോന്നി. അവസാനമായി ഒന്നുകൂടി അവനെ വിളിച്ചാലോ? അവൻ്റെ ശബ്ദം ഒന്നുകൂടി കേട്ടാലോ? അവളുടെ മനസ്സിലൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി. പെട്ടെന്ന് ഫോൺ എടുത്ത് അവൾ അവൻ്റെ നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ അത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിലെ പേടി കൂടിക്കൂടി വന്നു. ഇനിയൊരിക്കലും അവനോട് സംസാരിക്കാൻ കഴിയില്ലേ? അവൾക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടിരുന്നു. രാത്രി കനക്കുന്നതോ സമയം കടന്നു പോകുന്നതോ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ടതുപോലെ അവൾക്ക് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ എക്സാമാണ് എന്ന കാര്യം പോലും അവൾ മറന്നുപോയി. ഊണും ഉറക്കവുമില്ലാതെ അവൾ ആകെ ക്ഷീണിതയായിരുന്നു. വേദനിപ്പിച്ചിട്ട് പോകുന്നവർക്ക് എത്ര എളുപ്പമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുക എന്നത്. അതനുഭവിച്ചവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവൂ. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് അവൾ ബെഡിൽ നിന്ന് തലപൊക്കി നോക്കിയത്. തലയ്ക്ക് വല്ലാത്ത ഭാരം, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത തലവേദന. എഴുന്നേൽക്കുമ്പോൾ ശരീരം വേയിച്ചു പോകുന്നു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. ഇനി ബെന്നായിരിക്കുമോ? അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ. ആരാണ്? എന്തുറ്റി ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? കരയാൻ തോന്നല്ലോ. ഞാനേ മാലിക്കാണ്. വന്നപ്പോ മുതല് വിളിക്കണമെന്ന് വിചാരിക്കുന്ന കേട്ടാ. എന്താ ശബ്ദമല്ലാതെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രോ തിരിച്ചു പോകുന്നതിൻ്റെ വിഷമായിരിക്കല്ലേ? പോകുന്ന കാര്യം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടാണ് പോയതേ. പക്ഷേ ഇപ്പൊ ഞാൻ വിളിച്ച സമയം ശരിയല്ലെന്ന് തോന്നുന്നു. ശരിട്ടാ, ഫ്രീ ആകുമ്പോ ഒന്ന് തിരിച്ചു വിളിക്കുക. ഞാൻ പിന്നെ വിളിക്കാം മാലിക്. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. കരച്ചിലടക്കാൻ സാധിക്കുന്നതേയില്ല.
താൻ എങ്ങനെയാണ് ഈ അവസ്ഥ തരണം ചെയ്യുന്നത്? വീണ്ടും വീണ്ടും അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. പതിയെ പതിയെ അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. പരീക്ഷയാണ്, പഠിച്ചേ മതിയാവൂ. ജോലി പോലുമില്ലാതെ താൻ എങ്ങനെ ജീവിക്കും? അവൾ പുസ്തകമെടുത്ത് എന്തൊക്കെയോ വായിക്കാൻ ശ്രമിച്ചു. അവൻ്റെ മുഖമല്ലാതെ മറ്റൊന്നും അതിൽ തെളിയുന്നുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. സ്വന്തമായി അവൾ മനസ്സിനെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതണം. മുമ്പേ പഠിച്ചു വെച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ പ്രയോജനമായി. പഴയ ജീവിതത്തിലേക്ക് അവൾ പതിയെ പതിയെ മടങ്ങി വരാൻ തുടങ്ങി. എങ്കിലും അവൻ കൊടുത്ത മുറിവിൻ്റെ ആഴം വളരെ വലുതായിരുന്നു. എത്ര ഉണങ്ങിയാലും അതിൻ്റെ പാട് മാറുമായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. പരീക്ഷ കഴിഞ്ഞു. അവൾ തൻ്റെ ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു: ബെൻ, എനിക്ക് നീ ഒരിക്കലും ഒരു തമാശയായിരുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതും ആത്മാർത്ഥതയോടെയാണ്. എനിക്ക് നിന്നെ പ്രണയിക്കാനുള്ള യോഗ്യതയില്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. നിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ളവരെല്ലാം വരട്ടെ, പോകുന്നവർ പോകട്ടെ. നീ എന്നിലേക്ക് മടങ്ങി വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ആ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം ഒരുപക്ഷെ എൻ്റെ അവസാനമാകാം. എങ്കിലും അതിനപ്പുറവും ഞാൻ കാത്തിരിക്കും. ആ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടല്ലോ ബെൻ. മറ്റൊരു മുഖത്തിന് അത്രത്തോളം ആഴമായി എൻ്റെ ഹൃദയത്തിൽ പതിയാൻ സാധിക്കില്ല. എവിടെയായിരുന്നാലും നീ സന്തോഷമായി ഇരുന്നാൽ മതി. അവളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ തുള്ളികൾ ആ വാക്കുകളെ നനച്ചുകൊണ്ടിരുന്നു. ആരോ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ശ്വസിക്കുവാൻ തന്നെ അതിന് ബുദ്ധിമുട്ടുള്ളതുപോലെ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അവൾ ഒന്നുകൂടി ഇൻസ്റ്റയിൽ അവൻ്റെ അക്കൗണ്ട് തുറന്നു. അവൻ തന്നെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. എങ്കിലും അവരുടെ ആദ്യ മെസ്സേജുകൾ സൂക്ഷിച്ചു വെച്ച അതേ ചാറ്റ് ബോക്സിൽ അവസാനമായി നടന്ന യാത്ര പറച്ചിൽ മെസ്സേജുകൾ അവൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. അവൻ വിവാഹത്തിന് സമ്മതിച്ചു എന്ന മെസ്സേജായിരുന്നു അവസാനമായി അയച്ചത്. പെണ്ണിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അവൾ ഓരോ മെസ്സേജും ശ്രദ്ധയോടെ വായിച്ചു. ബെൻ തൻ്റെ നിസ്സഹായ അവസ്ഥ വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചമേലി അത് തടയുകയാണ്. അവൾ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്: എന്നും എപ്പോഴും നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ. ആ ഒറ്റ വാചകത്തിൽ അവൾ ആ ബന്ധം അവസാനിപ്പിച്ചു. പ്രളയജലം ഇറങ്ങിയപ്പോൾ ബാക്കിയായ ചെളി പോലെ ആ ഓർമ്മകൾ ഇന്നും അവളുടെ ഉള്ളിൽ അവശേഷിക്കുന്നു. സങ്കടത്തിൽ തളർന്നു പോവാതെ ചമേലി തൻ്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആ വേർപിരിയൽ അവളുടെ പഴയ മനസ്സിനെ തകർത്തിരിക്കുന്നു. പകരം കൂടുതൽ കരുത്തുള്ള ഒരു ചമേലി ജനിക്കുകയാണ്. പാസ്സായതിനു ശേഷം പേരുകേട്ട ഒരു വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ കയറുകയാണ്. ഏകദേശം 1 വർഷം ആ വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത അവളുടെ കരിയറിൽ ചുവടുറപ്പിക്കുന്ന സമയത്താണ് മറ്റൊരു സന്തോഷ വാർത്ത അവളെ തേടിയെത്തുന്നത്. ബാംഗ്ലൂരിലുള്ള ഒരു വലിയ കമ്പനിയിലേക്ക് ലീഗൽ അഡ്വൈസറായി അവൾ ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോഴേക്കും ഇൻസ്റ്റയൊക്കെ അവൾ കളഞ്ഞിരുന്നു. ഇടയ്ക്ക് മാലിക്കിൻ്റെ കോളുകൾ അവളെ തേടി എത്താറുണ്ട്. അതുവഴി ബെന്നിൻ്റെ വിശേഷങ്ങളും അറിയുന്നുണ്ട്. അതിൽ അവളെ ഏറെ സന്തോഷിപ്പിച്ചത് അവനൊരു ഫുട്ബോൾ പ്ലെയറായി എന്ന വാർത്തയാണ്. ഉയരങ്ങളിലേക്ക് പോകുന്ന ബെന്നിനെ കുറിച്ചുള്ള വാർത്തകൾ അവളിൽ സന്തോഷമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ എന്ന പുതിയ നഗരം, പുതിയ മുഖങ്ങൾ. അവിടെ ഒരു പ്രൊഫഷണലായി അവൾ മാറുകയാണ്. മഴ പെയ്യുമ്പോഴും വിമാനങ്ങൾ ആകാശത്തുകൂടി പോകുന്നത് കാണുമ്പോഴും അറിയാതെ ബെൻ അവളുടെ മനസ്സിലേക്ക് വരും. ഒരു ചെറു പുഞ്ചിരിയിൽ അവൾ ആ വേദന ഒളിപ്പിക്കും. അഡ്വക്കേറ്റ് ചമേലി ഇപ്പോൾ നല്ല തിരക്കുള്ളൊരു വക്കീലാണ്. അവളുടെ കീഴിൽ 5-6 പേർ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ബാംഗ്ലൂരിലെ സമ്പന്ന കുടുംബങ്ങൾ അവരുടെ കേസുകൾ ഏൽപ്പിക്കുന്നത് ചമേലിയെയാണ്. പുറത്ത് ഒരു വീടെടുത്താണ് അവൾ താമസിക്കുന്നത്. തനിച്ചായതുകൊണ്ട് അവളുടെ ആത്മാർത്ഥ സുഹൃത്തായ ആമി കൂടി അവളുടെ കൂടെയാണ് താമസം. അവൾക്ക് സ്വന്തം അനിയത്തിയെ പോലെയാണ് ആമി. ആമി ഒരു ഡെന്റിസ്റ്റാണ്. അവിടെ അടുത്തുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അവരെ കൂടാതെ 3ാമത് ഒരാൾ കൂടി ആ വീട്ടിലുണ്ട്. 45-കാരിയായ നേത്ര. ഒരു കുടുംബത്തെ പോലെയാണ് അവളെ കാണുന്നതെങ്കിലും അവൾ അവിടുത്തെ ജോലിക്കാരിയാണ്. എന്ത് സംഭവിച്ചാലും
കല്ലിവല്ലി എന്ന് പറയുന്നത് കൊണ്ട് അവളെ കളിയാക്കി കല്ലി എന്ന് വിളിക്കാറുണ്ട്. സൗദിയിൽ ഒരു അറബി കുടുംബത്തിലായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് അറബിയുടെ മുറിവാക്കുകൾ പഠിച്ചത്. ഭാവം കണ്ടാൽ അറബി കലക്കി കുടിച്ചിരിക്കുകയാണെന്ന് തോന്നും. സൗദിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ കഷ്ടപ്പെട്ട് അയച്ച പൈസയൊക്കെ കെട്ടിയോൻ കള്ളു കുടിച്ചു തീർത്തു. കെട്ടിയോനെതിരെ വിവാഹമോചന കേസ് കൊടുക്കാൻ വന്നപ്പോഴാണ് ചമേലിയുടെ മുന്നിൽപ്പെട്ടത്. RRK കമ്പനിയിൽ ലീഗൽ അഡ്വൈസർ ആണെങ്കിലും ചില കേസുകൾക്കായി ചമേലി കോടതിയിലും വരാറുണ്ട്. അത് ചില പ്രമുഖരുടെ കേസുകൾക്ക് വേണ്ടിയാണ്. നേത്രയുടെ കഥകൾ കേട്ട് ചമേലി തനിക്ക് പരിചയമുള്ള ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് അവരെ പറഞ്ഞയക്കുകയായിരുന്നു. നേത്രയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. വിവാഹമോചനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചമേലിയെ കണ്ട് നന്ദി പറയാനായി വന്നതാണ്. കാരണം അവരുടെ ഫീസ് കൊടുത്തത് ചമേലിയായിരുന്നു. നന്ദി പറയാനായി വന്ന നേത്ര പിന്നീട് തിരിച്ചു പോയിട്ടില്ല. അന്നു മുതൽ നേത്ര അവരുടെ കൂടെയുണ്ട്. ഒരു കൂടപ്പിറപ്പിനെ പോലെ അവരുടെ കൂടെ കൂടി എല്ലാ ജോലികളും ചെയ്യും. വീട്ടിലെ ജോലികൾ ചെയ്യുവാനും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാനും വേണമെങ്കിൽ അവരെ 2 വഴക്ക് പറയാനും എല്ലാം നേത്രയുണ്ട്. ഇടയ്ക്ക് 3 പേരും കൂടി സിനിമ കാണാൻ പോവാറുണ്ട്. നേത്രയുടെ ശമ്പളം കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ ചമേലി എല്ലാ മാസവും ഇടും. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് നേത്ര ആ പണം ചെലവാക്കാറേയില്ല. അന്ന് ഓഫീസിൽ നിന്ന് അല്പം വൈകിയാണ് ചമേലി ഇറങ്ങിയത്. അപ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നത്. സാധാരണ UK-യിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ കോൾ വരാറുണ്ട്. കാരണം RRK എന്ന കമ്പനിയുടെ സ്ഥാപനങ്ങൾ അവിടെയുമുണ്ട്. ചമേലി പതിയെ ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ ചമേലി? മറുവശത്ത് നിന്ന് കേട്ട ശബ്ദം അവളെ ആകെ തളർത്തി കളഞ്ഞു.